ചെറിയൊരു ശ്രദ്ധയും പരിചരണവും ഉണ്ടെങ്കിലേ നമുക്കാർക്കും ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. സോ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മളുടെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ആ 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനിന്ന് ഇവരെ പലരെയും കെട്ടിവെച്ചിരിക്കുന്നവരെയൊക്കെ ഊരിയെടുത്തിട്ട് വിളവെടുക്കാൻ പോവാണ്. ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ഇവരും ഒരു പാർട്ടാണ്. ഇതാണ് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് കെട്ടഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരാളെ കെട്ടിവെച്ചിരിക്കുന്നു, ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നു, ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നു. ഇന്ന് ഞാനൊരു 3 എണ്ണമാണ് എടുക്കുന്നത്. അത്രയും മതി നമുക്ക് ഒരു ദിവസത്തേക്ക്. ഒരു ചെടി നടുമ്പം തൊട്ട് അതിന് വെള്ളമൊഴിച്ച് വളവിട്ട് മരുന്നടിച്ച് കാത്തുള്ള ഇരിപ്പ്, അങ്ങനെ അതിൻ്റെ ഒടുവിൽ വിളവെടുപ്പ്, അതാണ് നമുക്കൊക്കെ ഏറ്റവും സന്തോഷം തരുന്നത്. ഇതേ നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ മൂടി പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ ഓരോ കെട്ടിൻ്റെ അകത്തുമുണ്ട് ആൾക്കാർ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇത് പൂ ഇട്ട് കഴിഞ്ഞാൽ ഈ പൂവിലേക്ക് കുത്തി വെള്ളം ഒഴിക്കാതെ ഇരിക്കാനും ആ പൂവിൻ്റെ കളറൊക്കെ സംരക്ഷിക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ കെട്ടിവെക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് മൂത്ത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഈ കെട്ട് തുറന്നു നോക്കും, ഇവരൊക്കെ മൂത്തോ പുഴു എന്തെങ്കിലും കുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. നമുക്ക് ഇവിടെ തൊട്ട് കെട്ടഴിച്ച് തുടങ്ങാം. അപ്പം ഞാനിതിൻ്റെ കെട്ടൊക്കെ അഴിച്ചു മാറ്റുവാണ്. യെസ്, അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഇതാണ്ട് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്. ഇതിനെ അങ്ങ് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ കെട്ട് കളയുന്നില്ല, കാരണം ഇനി കെട്ടിക്കൊടുക്കാൻ ആൾക്കാരുണ്ട്. കോളിഫ്ലവർ മുറിച്ചെടുക്കാനായിട്ടേ നല്ലൊരു പിച്ചാത്തി തന്നെയാണ് നല്ലത്. എന്നിട്ട് ഒരു ഫ്ലവർ കിട്ടി. അടുത്തതായിട്ടേ നമുക്ക് ഈ കെട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യമേ കെട്ടങ്ങ് അഴിക്കാം. യെസ്, നല്ല ഒരുവിധം വലിയൊരു കോളിഫ്ലവർ തന്നെയാണിത്. നമുക്ക് ഇതിനെ അങ്ങ് മുറിച്ചെടുക്കാം. കോളിഫ്ലവർ മുറിക്കാൻ പിച്ചാത്തി തന്നെയാണ് നല്ലത്. യെസ്, ഇതാണ്ട് ഇപ്പം നമ്മൾ വിളവെടുത്ത ഒരെണ്ണം കൂടെ. അടുത്തത് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതും ഒരുവിധം വലുതാണ്. അപ്പോൾ ഇതിനെ കൂടെ നമുക്കിന്ന് മുറിച്ചെടുക്കാം. ആദ്യമേ കെട്ടൂരി മാറ്റുക. ഇത്രയും വലുതാണ്. എന്നിട്ട് അടിയിൽ നിന്ന് മുറിക്കാം. ഇതേ, അപ്പോൾ നമുക്കിന്ന് ഒരുവിധം വലിയ 3 കോളിഫ്ലവറാണ് നമ്മളിന്ന് വിളവെടുത്തത്. ഇതാണ് ഇപ്പം നമ്മൾ വിളവെടുത്ത കോളിഫ്ലവറുകൾ. 3 എണ്ണം എടുത്തു. എല്ലാം ഒരുവിധം വലുതാണ്. നമ്മുടെ ഒരു ദിവസത്തെ കറിക്ക് ആവശ്യമുള്ളതാണ് ഇത്രയും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു വിളവ്, ഇതാണല്ലോ ഒരു കൃഷി ചെയ്യുന്നയാളുടെ ഏറ്റവും ഭയങ്കര സന്തോഷം. ഈ കോളിഫ്ലവറിൻ്റെ കൃഷിയിലെ ഏറ്റവും വലിയ ശത്രു ഇതിനകത്ത് വരുന്ന പുഴുക്കളാണ്. ഈ ഫ്ലവർ അങ്ങ് ആയി വരുമ്പോൾ ഇവന് ഇതിനകത്തോട്ട് കയറി പറ്റും. പിന്നെ ഭയങ്കര പാടാണ്. സോ വൺസ് ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും നമ്മൾ ഇതിനകത്ത് കീടനാശിനികൾ അഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ അടിച്ചു കൊടുക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ നീം ഓയിൽ വെച്ചിട്ടുണ്ട്, പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ട്. ഇതൊക്കെ എല്ലാ ആഴ്ചയും മാറി മാറി അടിച്ചു കൊടുക്കും. ഇങ്ങനെ കോളിഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് ആർക്കും പറ്റും. പിന്നെന്തിന് ഈ വിഷമുള്ള പച്ചക്കറികൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കണം? ഇത്ര ഓർഗാനിക് ആയിട്ടുള്ള സാധനം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ. പിന്നെ ഏത് കൃഷി നട്ടാലും പല പ്രായത്തിലുള്ളവരെ നടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്കാലവും പച്ചക്കറികൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. കാരണം ഇത് കണ്ട, ഇതിപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തു. ഇനി അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത ആൾക്കാർ റെഡിയാകും. അപ്പോൾ എന്നും നമുക്ക് നമ്മുടെ കോളിഫ്ലവർ അല്ല വേറെ ഏത് പച്ചക്കറി ആണെങ്കിലും ഡെയിലി എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വർഷത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് വേണം പല ചെടികളെ നട്ടെടുക്കാൻ. ഇതാണ് നമ്മളിപ്പോൾ വിളവെടുത്ത നമ്മുടെ കോളിഫ്ലവർ ചെടി. സോ
വൺസ് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്ന് തന്നെ അടുത്ത പ്രാവശ്യത്തേക്കുള്ള തൈകൾ ഒപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് 1-2 കാര്യങ്ങൾ മാത്രം. ദേ ഈ ഇലകൾ ഇങ്ങനെ നുള്ളിയെടുക്കുക. ഇലകൾ നുള്ളിക്കഴിഞ്ഞാൽ നമ്മൾ എവിടുന്നാണോ ഈ ഇല നുള്ളുന്നത് അവിടുന്ന് ഇനിയും ചെറിയ തൈകൾ വരും. ഇപ്പോഴേ ഈ ഒരൊറ്റ ചെടിയുടെ മാത്രമേ ഞാൻ ഇല നുള്ളിയെടുത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലകളെല്ലാം ഓരോ ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ ഒരു സാധനം പോലും വേസ്റ്റാക്കി കളയില്ല. ഇത്ര ഇലകളും ഞാനിങ്ങനെ നുള്ളി മാറ്റി. ഇനി ഈ ഇലകളും നമ്മൾ കളയില്ല. ഇതെല്ലാം നമ്മുടെ കോഴിപ്പെണ്ണുങ്ങൾക്ക് തീറ്റയുടെ കൂടെ അരിഞ്ഞു കൊടുക്കും. നല്ല പച്ചിലയല്ലേ, അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അടിയിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇല പറിക്കും, അത് മുഴുവനും അരിഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതിപ്പം കുറേ ഏറെയുണ്ട്. ബാക്കിയുള്ള 2 ഇല ഞാൻ ഇന്ന് പറിക്കുന്നില്ല, കാരണം ഇത് ഇത്രയും ഉണ്ട് അവർക്ക് കൊടുക്കാൻ. നാളെ ആകുമ്പോഴേക്കും അത് നമുക്ക് പറിച്ചെടുക്കാം. അങ്ങനെ 2-3 ദിവസം കൊണ്ട് അവർക്കുള്ള തീറ്റയായി നമുക്കിത് പറിച്ച് അടുത്ത വിത്തിന് വേണ്ടി റെഡിയാക്കുകയും ചെയ്യാം. ഇപ്പോഴേ ഇന്ന് ഞാൻ ഈ ഒരു ചട്ടിക്കകത്തെ ഇല മാത്രമേ ഞുള്ളിയെടുത്തുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഇത്രയേറെ ഇല കിട്ടി. ഇതെല്ലാം നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ചെറുതായിട്ടരിഞ്ഞ് നമ്മുടെ കോഴികളുടെ തീറ്റയ്ക്കകത്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കിട്ടും. ഇതിനകത്തൊന്നും ഒരു പുഴുക്കുത്തോ ഒന്നുമേ ഇല്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ്. അപ്പം ഇത് ഇന്നത്തേക്ക് കൊടുക്കാം. ഇപ്പോൾ ഇന്ന് നമ്മൾ 3 ഇല എടുത്തേ. അടുത്ത ഓരോ ദിവസമായിട്ടും ഇങ്ങനെ നമുക്ക് ഇല മാറ്റാം. സോ ഈ ഇല മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ തൈകൾ വരും. ആ തൈകളെടുത്ത് നമുക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പം എല്ലാ കാലവും നമുക്ക് തൈകളും ഉണ്ടാവും. ഇത് നമ്മുടെ ഒരു നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വരുന്ന ഒരു കോളിഫ്ലവറിൻ്റെ ബഡാണ്. ബഡല്ല, ഒരു പൂവായി കഴിഞ്ഞു. അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് കെട്ടിക്കൊടുത്തേക്കാം. ഈ ഇലകളെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിയെടുക്കുക. അടിയിൽ നിന്ന് ഒരു 2 ലെയറെങ്കിലും കൂട്ടുക. എന്നിട്ട് വള്ളി വെച്ച് ഇങ്ങനെ കെട്ടുക. വലിയ ടൈറ്റ് ആക്കരുത്, ജസ്റ്റ് ഒരു പിടുത്തം മതി. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ദേഹത്തോട്ട് വെള്ളം വീഴില്ല. ഒരു പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളം നേരിട്ട് കുത്തി ഇതിൻ്റെ ദേഹത്തോട്ട് ഒഴിക്കരുത്. പിന്നെ ഇതിൻ്റെ കളറ് പോകാണ്ടിരിക്കാനും ഒക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതും ഒരുവിധം വലുതായി വരുന്ന ഒരു കോളിഫ്ലവറാണ്. അപ്പോൾ ഇതിനെ കൂടെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. കയറെടുത്തിട്ട് പറ്റുന്നത്ര ഇല കൂട്ടി കെട്ടിവെക്കാം. ഇപ്പം നമ്മളെടുത്ത കോളിഫ്ലവറിൻ്റെ ആ ഫ്ലവറിൻ്റെ അടിയിലത്തെ പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അത്. പിന്നെ ഇതിപ്പം നമ്മളെടുത്ത ചെടിയുടെ ഇല. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ കോഴിപ്പെണ്ണുങ്ങളുടെ തീറ്റയുടെ കൂടെ ഇടാൻ പോവുകയാണ്. അപ്പം ഇതൊന്ന് ചെറുതായിട്ട് മുറിക്കണം. അപ്പോൾ യൂഷ്വലി ഞങ്ങൾ എല്ലാ പച്ചക്കറികളുടേതും ഇങ്ങനെ മുറിച്ചാണ് ഇവർക്ക് കൊടുക്കുന്നത്. അവരുടെ വായിക്ക് കൊള്ളാവുന്ന അത്ര സൈസ് അനുസരിച്ച് മുറിക്കാവൂ. വലുതാകുമ്പോൾ അവർ കൊത്തി അവിടെ ഇടത്തേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് ഈ കൂക്ക് മുഴുവനും. ഈ കുഞ്ഞു പിള്ളേരുടെ പരിപാടി പോലെയാണ്. എൻ്റെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ അവിടെ അലപ്പ് തുടങ്ങും. അടുത്തതേ നമുക്ക് ഈ ഇലകൾ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് വരയുക. എന്നിട്ട് കൂട്ടിപ്പിടിച്ചങ്ങ് മുറിച്ച് കൊടുത്താൽ മതി. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വന്നോളും. ഇപ്പോൾ പറിച്ചതിൻ്റെ അതിന് ആ വെള്ളമയമൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് ലീവ്സാണ്.
കൂട്ടിക്കിടക്കുന്ന കോഴികളല്ലേ, അപ്പോൾ അവർക്ക് പച്ചിലകളുടെയൊക്കെ ആവശ്യം വരും. പിന്നെ ഇവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളിവിടാറുണ്ട് കേട്ടോ. ഇത്രയും ചെറുതാക്കി എടുത്തു. ഇതുകൂടെ നമുക്ക് നമ്മളുടെ തീറ്റയുടെ കൂടെ അങ്ങ് ആഡ് ചെയ്യാം. ഒരു തരി പോലും വെറുതെ കളയണ്ട. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനിയുള്ളത് ഈ ഇല, ഒരു കുഞ്ഞു പീസും കൂടെ ഉണ്ട്. കൂട്ടിപ്പിടിക്കുക, വരയുക, മുറിക്കുക. കോഴിത്തീറ്റയുടെ കൂടെ ഞാൻ ഇതങ്ങ് മിക്സ് ചെയ്യാണ്. ഇങ്ങനെ ഇരിക്കും. കോഴിത്തീറ്റയുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, സകലതും കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ഫുഡാണ് ഇന്നത്തേത്. നമ്മുടെ കോഴിപ്പെണ്ണുങ്ങളെല്ലാം റെഡിയായി നിൽക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. സോ ഇന്ന് നമുക്കും അവർക്കും കോളിഫ്ലവർ ആട്ടോ. നമുക്ക് പൂവും അവർക്കല്ലേ. കൊള്ളാവടാ, ഇതെന്തും കിട്ടുന്ന സാധനമല്ല കേട്ടോ. ആ കഴിച്ചോ കഴിച്ചോ. ഇല വേണോ? ഇലകളൊക്കെ കുശിയായിട്ട് അവർ കഴിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഒറ്റ ഹാർവെസ്റ്റിങ്ങിൽ അവർക്കും ഫുഡ്, നമുക്കും ഫുഡ്. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി.